34 കുഴികളാണ് അവിടെ എടുത്തിരിക്കുന്നത്. ഇതുവരെ ഇന്ന് 8 മൃതദേഹങ്ങൾ മാത്രമാണ് സംസ്കരിക്കുക എന്ന് നേരത്തെ റവന്യൂ മന്ത്രി അറിയിച്ചതായി കെ മധു റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. 27 മൃതദേഹങ്ങളാണ് തിരിച്ചറിയാൻ കഴിയുന്ന സാഹചര്യത്തിൽ അവിടെയുള്ളത്. മൃതദേഹാവശിഷ്ടങ്ങൾ കൂടിയുണ്ട് മറ്റുള്ളവരുടേത്. അതിൽ 8 മൃതദേഹങ്ങളാണ് സംസ്കരിക്കുക എന്നൊരു തീരുമാനം കൂടി ഇടയ്ക്ക് വരുന്നുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി നമുക്ക് അന്വേഷിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ പ്രദേശത്ത് ഹാരിസൺ മലയാളം ലിമിറ്റഡ് 200 മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ ആവശ്യമായ സ്ഥലം വിട്ടു നൽകണം എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടത്. അത്രയും സ്ഥലം അവർ വിട്ടു നൽകിയിട്ടുണ്ട്. അതിൽ 64 മൃതദേഹങ്ങൾ സംസ്കരിക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രഘു, അവിടുത്തെ പണികളൊക്കെ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞോ? ഇവിടുത്തെ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. കാരണം നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം, ഒരു റോയിൽ 10 കുഴികളാണുള്ളത്. അങ്ങനെ 3 എണ്ണം 10 എണ്ണം വീതമുണ്ട്. ഏറ്റവും അവസാനമായി 4-5 കുഴികൾ കൂടിയുണ്ട്. അത് ഏകദേശം 35 കുഴികളാണ് എടുത്തത്. കാരണം ഒരു 30-ലധികം മൃതദേഹങ്ങൾ മാത്രം 30ഓളം മൃതദേഹങ്ങൾ മാത്രമേ കൃത്യമായൊരു മൃതദേഹത്തിന്റെ അവസ്ഥയിലുള്ളതുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ആന്തരിക അവയവങ്ങളും ശരീരത്തിന്റെ ഭാഗങ്ങളൊക്കെയാണ്. അത് എങ്ങനെയാണ് സംസ്കരിക്കേണ്ടത് എന്നുള്ള കാര്യത്തിലൊരു തീരുമാനം എത്താത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു 35 കുഴികൾ മാത്രം എടുത്ത് ജോലികൾ തൽക്കാലത്തേക്ക് അവസാനിപ്പിച്ച് നിൽക്കുന്നത്. മൃതദേഹം വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് സന്നദ്ധ പ്രവർത്തകരൊക്കെ. അതിനായി അവർ മാസ്കും ഗ്ലൗസും മറ്റ് PPE കിറ്റ് പോലെയുള്ള വസ്ത്രങ്ങളും ഒക്കെ ധരിച്ച് മൃതദേഹം വരാൻ വേണ്ടി സന്നദ്ധ പ്രവർത്തകർ സംസ്കാരത്തിലേക്ക് കടക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. പുത്തുമലയിൽ ഒരിക്കൽ ദുരന്തം നടന്ന ഇടത്താണ് മറ്റൊരു ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് ഒന്നിച്ച് അന്ത്യവിശ്രമം നൽകുന്നത്. ഒരു 2-3 മണിക്കൂർ കൊണ്ടാണ് ഇത്രയും വേഗതയിൽ കാട് പിടിച്ച് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഇതിന് തൊട്ടപ്പുറം, ഈ വൃത്തിയായി കിടക്കുന്നതിന് തൊട്ടപ്പുറമുള്ള സ്ഥലം ഇപ്പോൾ എങ്ങനെയാണോ ഇരിക്കുന്നത്, കാട് മൂടി എങ്ങനെയാണോ ഇരിക്കുന്നത്, അതിനേക്കാൾ കുറച്ചുകൂടി കാര്യമായ രീതിയിലുള്ള ചപ്പും പോച്ചയും ഒക്കെയുള്ള പുല്ലുമൊക്കെ നിറഞ്ഞു നിന്നിരുന്ന പാഴ്ചെടികളും ഒക്കെ നിറഞ്ഞു നിന്നിരുന്ന സ്ഥലമായിരുന്നു. അവിടെ JCBയോടൊപ്പം തന്നെ സന്നദ്ധ പ്രവർത്തകർ കൈയും മെയ്യും മറന്ന് പ്രവർത്തിച്ചതുകൊണ്ടാണ് ഇത്രയും വേഗതയിൽ ഈ കുഴികളൊക്കെ പൂർത്തിയാകുകയും ഇത് ഒരു ശ്മശാനത്തിൻ്റെ അവർക്ക് അന്ത്യവിശ്രമം നൽകാനുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ വന്നത്. ഇത് ഹാരിസൺ മലയാളത്തിൻ്റെ സ്ഥലമാണ്. ഹാരിസൺ മലയാളത്തിൻ്റെ ഒരു തേയിലത്തോട്ടത്തിന് അകത്തുള്ള സ്ഥലമാണ്. ഇവിടെയാണ് പുത്തുമലയിൽ നിന്ന് അങ്ങ് ദൂരെ നമുക്ക് എതിർ ദിശയിൽ ഉള്ള പുത്തുമല, ആ ഭാഗത്ത് നിന്ന് ഉരുൾ പൊട്ടി ഒലിച്ചു വന്ന് ഒഴുകിപ്പോയത്. ആ വഴിയിലൊക്കെ വീടുകളും ജീവിതങ്ങളും പള്ളിയും ഉൾപ്പെടെയുള്ള ഒക്കെ കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു. അവയെല്ലാം കുത്തിയൊലിച്ചു പോയി. അന്ന് വലിയൊരു ദുരന്തത്തിലേക്ക് പോകാതിരുന്നത് ആളുകൾക്ക് കൃത്യമായ മുന്നറിയിപ്പ് നൽകുകയും അവർ വീടൊഴിയുകയും ചെയ്തതുകൊണ്ടാണ്. പക്ഷേ ഈ എസ്റ്റേറ്റിലെ ലയത്തിൽ താമസിച്ചിരുന്ന കുറച്ച് തൊഴിലാളികളാണെന്ന് മരിച്ചത്. 20-നടുത്ത ആളുകൾ മരിച്ചു. ഇപ്പോഴും 4-5 ആളുകളുടെ മൃതദേഹം വീണ്ടെടുക്കാനുണ്ട്. അങ്ങനെ ഒരു ദുരന്ത ബാധിത സ്ഥലത്ത് തന്നെയാണ് മറ്റൊരു ദുരന്തത്തിൽപ്പെട്ടവർക്ക് അന്ത്യവിശ്രമം ഒരുക്കുന്നത്. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളൊക്കെ കൂടുതലും പാലിക്കേണ്ടതുണ്ടായിരുന്നു. എസ്റ്റേറ്റാണ്, ഒപ്പം തന്നെ തോട്ടം ആയതുകൊണ്ട് തന്നെ ചില നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉടമസ്ഥാവകാശം പഞ്ചായത്തിലേക്ക് എത്തുന്ന രീതിയിലേക്കൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ആളുകൾ ആരാണെന്ന് അറിയത്തില്ലെങ്കിൽ പോലും ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരായിരുന്നു അതിലൊരാൾ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ അന്ത്യകർമ്മങ്ങൾ നടത്താൻ വേണ്ടി ആളുകളൊക്കെ ഇവിടെ കൂടിയിട്ടുള്ളത്. അവർക്ക് ഓർമ്മ പുതുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ വല്ലപ്പോഴും അവരുടെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം കാണാൻ വേണ്ടിയെങ്കിലും ഒക്കെയുള്ളൊരു അനുവാദം ലഭിക്കത്തക്ക രീതിയിൽ ഇതൊരു ശ്മശാനം സ്മാരകമാക്കുന്ന രീതിയെക്കുറിച്ചൊക്കെ പഞ്ചായത്ത് ആലോചിക്കുന്നുണ്ട്. എന്തായാലും അവർക്ക് അനുയോജ്യമായൊരു സ്മാരകമെങ്കിലും നമുക്ക് അവർക്ക് നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ദുരന്തം എത്രത്തോളം തീവ്രമാണ് എന്ന് അത് അനുഭവിച്ചവർക്കും അത് വന്ന് കണ്ടു മനസ്സിലാക്കുന്നവർക്കും മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അത് ഒരു മരണം നമുക്ക് അത് ഉൾക്കൊള്ളണമെന്നുണ്ടെങ്കിൽ, നമ്മൾ പലതവണ പറഞ്ഞതുപോലെ തന്നെ ഉൾക്കൊള്ളണമെന്നുണ്ടെങ്കിൽ അത് മരിച്ച മൃതശരീരം നമുക്ക് കാണണം, അല്ലെങ്കിൽ അയാൾ മറവ് ചെയ്യപ്പെട്ടു, നമ്മളുടെ അറിവോടുകൂടി മറവ് ചെയ്യപ്പെട്ടു എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടായാൽ മാത്രമേ അവർ മരിച്ചു എന്നുള്ളൊരു യാഥാർത്ഥ്യത്തിലേക്ക് നമുക്ക് എല്ലാ മനുഷ്യർക്കും, പ്രത്യേകിച്ച് വേണ്ടപ്പെട്ടവരുടെ മരണം ഉൾക്കൊള്ളാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതുകൊണ്ടുകൂടിയാണ് ഈ മനുഷ്യർ ഇപ്പോഴും ബന്ധുക്കളെ നഷ്ടപ്പെട്ട ആളുകൾ ഇപ്പോഴും അലയുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴും ആ തിരച്ചിലിൽ അവർ അമിത പ്രതീക്ഷ നൽകുന്നത്. ഒരാഴ്ചയോളമാകുന്നു ഉരുൾപൊട്ടിയിട്ട്, ഇപ്പോഴും മണ്ണിനടിയിൽ ഒരു പക്ഷേ അവർ ജീവനോടെ ഉണ്ടാകാമെന്നുള്ളൊരു അമിത പ്രതീക്ഷയിൽ അവർ കഴിയുന്നത് അവർക്ക്
അവർക്ക് അത്രമേൽ പ്രിയപ്പെട്ടവരാണ് ആ മണ്ണിനടിയിൽ ഉള്ളതുകൊണ്ടാണ്. പക്ഷെ അവരൊരിക്കലും തിരിച്ചു വരില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ അപ്പോഴും ആ യാഥാർത്ഥ്യം അവർക്ക് ഉൾക്കൊള്ളണമെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു പ്രിയപ്പെട്ടവരുടെ മൃതദേഹമെന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന എന്തെങ്കിലും അവർക്ക് കിട്ടേണ്ടതുണ്ട്. പക്ഷേ നിലവിലെ ഒരു സാഹചര്യത്തിൽ പ്രകൃതി അത്രമേൽ നടനമാടിയ ഒരു ദുരന്തത്തിൽ അവർക്ക് പ്രിയപ്പെട്ടവരുടെ ശരീരം ചിതറിപ്പോയി, മുഖം തിരിച്ചറിയാൻ പറ്റുന്നില്ല, അവരുടെ ശരീരത്തിലെ കാലോ വിരലോ ഒന്നും തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ക്രൂരമായി പ്രകൃതി താണ്ഡവമാടിയ ഒരു ദുരന്തമാണ്. അതുകൊണ്ട് തന്നെ പലതവണ, അതായത് ഈ നിലമ്പൂരൊക്കെ മൃതദേഹാവശിഷ്ടങ്ങൾ കാണാൻ വേണ്ടി ഇവിടെ നിന്ന് പലതവണ ആളുകൾ പോയി, തങ്ങൾക്ക് പ്രിയപ്പെട്ടവരുണ്ടോ അത് കൂട്ടത്തിൽ. അതുകൊണ്ടുകൂടിയാണ് അവിടെ നിന്ന് പിന്നീട് അറിയിപ്പ് വന്നത് ഈ മൃതദേഹങ്ങളെല്ലാം തിരിച്ച് വയനാട്ടിലെത്തിക്കും, ഇത്രയും അധികം യാത്ര ചെയ്ത് ഇവിടെ എത്തേണ്ട കാര്യമില്ല എന്നൊക്കെയുള്ളൊരു മാനുഷികമായ നിലപാടുകൾ സംവിധാനങ്ങളെല്ലാം എടുത്തു. അത്തരത്തിൽ പ്രിയപ്പെട്ടവരാണോ ഓരോ മൃതദേഹങ്ങൾ കിട്ടുമ്പോഴും അത് എൻ്റെ പ്രിയപ്പെട്ടവനാവരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ആ മൃതദേഹം തിരിച്ചറിയാൻ വേണ്ടി ചെല്ലുമ്പോഴും ഒരു പക്ഷേ അന്ത്യോപചാരം അർപ്പിക്കാനെങ്കിലും ഒരു കഷ്ണം കിട്ടിയല്ലോ എന്നുള്ളൊരു സങ്കടത്തിനിടയിലുമുള്ളൊരു ആശ്വാസം അവർക്കുണ്ടാകുമായിരുന്നു. പക്ഷേ ഈ പ്രിയപ്പെട്ടവരെ കാണാതായി പോയവർക്കൊന്നും ആ വിധി പോലുമില്ല, ആ ഭാഗ്യം പോലുമില്ല. ജീവിതാവസാനം വരെ ആ ഹൃദയഭാരം പേറി ജീവിക്കേണ്ട അവസ്ഥയിലാണ് ആ മനുഷ്യരൊക്കെ. എന്തായാലും അല്പസമയത്തിനകം മൃതദേഹം അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. മൃതദേഹമായിട്ടുള്ള ആംബുലൻസ് അവിടെ നിന്ന് പുറപ്പെടുന്നു. ഒരു 6 മണിയോടുകൂടി 6:30 മുമ്പായി ഒരു വെട്ടം പോകുന്നതിന് മുൻപ് ഇവിടെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സർവ്വമത പ്രാർത്ഥനയ്ക്കായി പുത്തുമലയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.